الحمد لله الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാ നിരീക്ഷിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഉപദേശിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സമസ്ത മേഖലകളിൽ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖിലും പരലോകത്തും വിജയം നേടി ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലെ ഒടുവിലത്തെ വെള്ളിയാഴ്ചയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഈ ജുമുഅയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഖുദ്സിയായ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം നമുക്ക് റമളാനിന്റെ തുടക്കത്തിൽ അത് കേട്ടവരുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല അല്ലാഹു അസ്സ വജൽ കുല്ലു അമലിൻ ഇബ്നു ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. ആദം സന്തതികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അവനുള്ളതാകുന്നു, നോമ്പൊഴികെ. അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന്. വളരെ വിശാലമായ വിശദമായ ഒരു ഹദീസാണ്. ഈ ഹദീസിന്റെ അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ലിസ്വാഇമി ഫറഹത്താൻ. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷങ്ങൾ അവനുണ്ട്. യഫ്റഹുമാ ഇദാ അഫ്തറ ഫരിഹ. അവൻ ആ രണ്ടിലും സന്തോഷിക്കും. അതിലൊന്ന് ഇദാ അഫ്തറ ഫരിഹ, അവന് നോമ്പ് തുറക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ്. ഇത്രയും നേരം റബ്ബിന് വേണ്ടി റബ്ബനുവദിക്കപ്പെട്ട ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപേക്ഷിച്ച് അത് കാരണത്താൽ വറ്റിവരണ്ട തൊണ്ടകൾക്ക് ആശ്വാസമായി
അതേപോലെ ഒഴിഞ്ഞിരുന്ന വയറിനാശ്വാസമായി ഭക്ഷണം ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം നമ്മൾ ഓരോ നോമ്പുതുറയിലും അനുഭവിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. ഏകദേശം ഈ നോമ്പ് അവസാനിക്കാനായിരിക്കുന്നു. അവസാനവും നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുചേരും എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് നോമ്പുകാരന്റെ സന്തോഷമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. നോമ്പുകാരൻ നോമ്പ് കാരണത്താൽ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതിലൊന്നാമത്തെ സന്തോഷം നമ്മൾ നേടുന്നു, ആ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു, ആസ്വദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ച രണ്ടാമത്തെ സന്തോഷത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള നോമ്പായി നമ്മുടെ നോമ്പുകൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. റബ്ബിങ്കലേക്ക് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ, റബ്ബിങ്കലേക്ക് നമ്മൾ മടക്കപ്പെടുമ്പോൾ സന്തോഷത്തോടുകൂടി റബ്ബിങ്കലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധ്യമാണോ എന്നത് നാം സ്വയം ഈ ഒരു അവസരത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആനിലൂടെ അടിമകളായ നമ്മോട് സംസാരിക്കുന്നു, സംവദിക്കുന്നു. അല്ലാഹു തആല അവസാനമായിക്കൊണ്ട് നമ്മളോട് സംസാരിച്ചത്, അവസാനമായിക്കൊണ്ട് നമ്മളോട് പറഞ്ഞത്, ആ ഒരു ദിവസത്തെ, റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ ഭയപ്പെടുവാനും അതിനെ സൂക്ഷിക്കുവാനുമാണ് നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ 281 ആയത്ത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറക്കിയ വചനം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. വത്തഖൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ, ഒരു ദിനത്തെ ഭയപ്പെടണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ വെച്ച് ഓരോ മനുഷ്യരും പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗം വെച്ച് വീതിച്ചതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകപ്പെടും. വഹും ലാ യുളമൂൻ, അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോടും അനീതി കാണിക്കുകയില്ല എന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. ഭൂമിയിൽ ധനികനായി എന്നുള്ളതിന്റെ പേരിൽ അല്ലാഹു തആല ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിക്കൊടുക്കുകയോ, ദരിദ്രനായി എന്നുള്ളതിന്റെ പേരിൽ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങളിൽ നിന്നും അല്ലാഹു തആല കുറച്ചു കൊടുക്കുകയോ ചെയ്യുകയില്ല. മാത്രമല്ല, ഭൂമിയിൽ ഏതെങ്കിലും നേതൃസ്ഥാനം വഹിച്ചു, നേതാവായി നടന്നു എന്ന കാരണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൊടുക്കുകയോ ഇളവുകൾ നൽകുകയോ, അതല്ലെങ്കിൽ ഭൂമിയിൽ നേതാവിന്റെ അനുയായിയായി നടന്നു എന്നുള്ളതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചു കൊടുക്കുകയോ ഇളവുകൾ നൽകുകയോ ചെയ്യുകയില്ല എന്ന് പറയുകയാണ്. കൃത്യവും വ്യക്തവുമായി ഓരോ മനുഷ്യനും പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നീതി നടപ്പാക്കിക്കൊണ്ട് ഓരോ മനുഷ്യനും വീതിച്ച് നൽകുന്നത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 48 ആയത്തിൽ വീണ്ടും ആ ദിനത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് ആ ദിവസത്തെ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തും വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. അല്ലാഹു തആല പറയുകയാണ്, ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യുവാൻ കഴിയാത്ത ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിൽ ഒരാളിൽ നിന്നും ഒരു ശുപാർശയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും അല്ലാഹു തആല ആ ദിവസത്തിൽ സ്വീകരിക്കുകയില്ല. മാത്രമല്ല, അവർക്കാർക്കും സഹായമായിക്കൊണ്ട് ഒരു സഹായിയെയും ലഭിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആ ദിവസം വരാനുണ്ട് എന്നും ആ ദിവസത്തിലേക്ക് മടക്കപ്പെടുമെന്നും ബോധമുള്ളവരാണ് നാം ഓരോരുത്തരും. ആ ദിവസത്തിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. വിശ്വാസികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ
അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുവാനുള്ളതാണ്, ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാനുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങുന്നത് മുതൽ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഇബാദത്തുകൾ നിറഞ്ഞ ജീവിതമാണ്. അവൻ പുഞ്ചിരിക്കുന്നതും ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നതും സഹോദരങ്ങളോട് കാരുണ്യം കാണിക്കുന്നതും മൂത്തവരെ ബഹുമാനിക്കുന്നതും എല്ലാം ഇബാദത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചതാണ്. മലമൂത്ര വിസർജനത്തിന്റെ രീതിയും ആ വിസർജനത്തിന്റെ ശുദ്ധീകരണ രീതിയും എല്ലാം ഇബാദത്താണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോന്നും ഇബാദത്തായി കൊണ്ട് പഠിപ്പിച്ചതാണ്. ആ ഇബാദത്ത് ജീവിതത്തിൽ ഉടനീളം മരണം വരെ ചെയ്യണം എന്നുള്ളതാണ്. ആ മരിക്കുന്ന നേരം വരെ ആ റബ്ബിന് ഇബാദത്ത് ചെയ്യണമെന്നുള്ളതാണ്. അല്ലാഹു തആല പറയുന്നത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ മരണം നിങ്ങളിലേക്ക് വന്നെത്തുന്നത് വരെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവെ ആരാധിച്ചുകൊണ്ടേയിരിക്കുക ആ മരണം വരുന്നത് വരെ. ഉറപ്പായ ഒന്നാണ് ആ മരണമെന്നുള്ളതിൽ നമുക്കാർക്കും സംശയമില്ല. ഈ ലോകത്തെ മതമില്ലാത്തവനും നിരീശ്വരവാദിയും ദൈവത്തെ നിഷേധിക്കുന്നവനും എല്ലാ ആളുകളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ജീവനുള്ള ഓരോ മനുഷ്യനും മരണമെന്ന യാഥാർത്ഥ്യമുണ്ട്. ആ മരണത്തെ ഓരോ ആളുകളും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുന്നവരാണ്. മതമില്ലാത്തവരും ഉള്ളവരും എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന സത്യം. ആ സത്യത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ നമ്മൾ മരണശേഷം ബർസഖിന്റെ ലോകവും അതിനുശേഷം പരലോകത്തെ വിചാരണയും നരകവും സ്വർഗവും ഉണ്ട് എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന നമ്മൾ എത്ര കണ്ട മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട്, അള്ളാഹുവിങ്കലേക്കുള്ള മടക്കത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ഈ അവസരത്തിൽ ആലോചിക്കുക. പരിശുദ്ധമായ റമളാൻ, പുണ്യങ്ങളുടെ പൂക്കാലമായി നമ്മളിലേക്ക് വന്നിറങ്ങിയ റമളാൻ, ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും പുണ്യങ്ങൾ നിറഞ്ഞ ഈ റമളാൻ അവസാനിക്കാനിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ റബ്ബിന് വേണ്ടി, ദീനിന് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ നാളേക്ക് വേണ്ടി, റബ്ബിങ്കിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിലേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത്, എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ഹാസിബു ഖബല അൻ തുഹാസിബു. നിങ്ങളെല്ലാവരും വിചാരണ ചെയ്യുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിന് മുമ്പേ ഹാസിബു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ സ്വയം വിചാരണ ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്തു തീർക്കുവാനുള്ളത്? ഞാൻ ചെയ്ത സ്വദഖകൾ കുറഞ്ഞു പോയിട്ടുണ്ടോ? ഞാൻ ചെയ്ത അമൽ സ്വാലിഹാത്തുകൾ കുറഞ്ഞു പോയിട്ടുണ്ടോ? ഞാൻ ചെയ്ത തസ്ബീഹുകളും ദിക്റുകളും ദുആകളും കുറഞ്ഞു പോയിട്ടുണ്ടോ? ഞാൻ ചെയ്ത ഖുർആൻ പാരായണങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടോ? ഖുർആനെ തദബ്ബർ ചെയ്ത് തഫക്കുർ ചെയ്ത് വായിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന ഒരു വിചാരം, എന്നൊരു വിചാരണ നമ്മൾ നമ്മളെ തന്നെ നടത്തുകയും ഇനിയുള്ള ജീവിതത്തിൽ, ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്ന് കൂടുതൽ റബ്ബിങ്കിലേക്കടുത്ത് റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിങ്കിലേക്ക് ധൃതി വെച്ചുകൊണ്ട് വേഗത്തിൽ അടുത്ത് വരാൻ, നടന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ 133-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതി വൽ അർള് വഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ നടന്നെടുത്ത് വരണേ. അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ അതിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓടി വരണേ എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു തആല 21-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള് വഇദ്ദത്തുൽ ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, റസൂലിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിലേക്കും അല്ലാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതി പിടിച്ച് കടന്നു വരുവിനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടി അല്ലാഹു തആല സൂറത്ത് സാരിയാത്തിൽ നമ്മോട് പറയുന്നു, ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നസീറും മുബീൻ. അതാ അല്ലാഹു തആല പറയുകയാണ്, ഫഫിറൂ, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഓടിച്ചെല്ലുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ രണ്ട് ധൃതി പിടിച്ച് ഓടിച്ചെല്ലുന്നതിനേക്കാളും ഫഫിറൂ എന്ന ഈ ഒരു പ്രയോഗത്തെ വ്യത്യസ്തപ്പെടുത്തുന്നത്, ഏതെങ്കിലും വേട്ടമൃഗത്തിൽ നിന്നും ഇത് രക്ഷപ്പെടുവാൻ കിതപ്പിലോടുന്ന ഒരു ഓട്ടമുണ്ടല്ലോ,
അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വേട്ടമൃഗത്തിന്റെ മുമ്പിൽ, നമ്മൾ ഏതെങ്കിലും വന്യമൃഗത്തിന്റെ മുന്നിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും ജീവനും കൊണ്ട് നമ്മൾ ഓടുന്ന ഓട്ടമുണ്ടല്ലോ, ആ വേഗത്തിൽ അള്ളാഹുവിങ്കലേക്ക് ഓടി വരണേ എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്, നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത്തരത്തിൽ അള്ളാഹുവിങ്കലേക്ക് ഓടിപ്പോയി ഇബാദത്തുകൾ ചെയ്ത് ഓരോ നിമിഷവും ഇബാദത്തിൽ കഴിഞ്ഞ്, ഓരോ മിനിറ്റുകളും ഇബാദത്തിൽ കഴിഞ്ഞ്, ഓരോ ഇബാദത്തും ഒപ്പിയെടുത്ത് ഓരോ നന്മകളും വാരിക്കൂട്ടുവാൻ നമുക്ക് എത്ര കണ്ട് സാധിച്ചു എന്നുള്ളത് നാം ആലോചിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ബാദിറൂ ബിൽ അഅ്മാലി ഫിത്നൻ കഖ്തഅത്തിൽ ലൈലിൽ മുളിം. രാത്രിയുടെ കൂരിരുട്ട് പോലെ ഫിത്നകൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടം വരുന്നതിന് മുമ്പേ നിങ്ങൾ അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് അള്ളാഹുവിങ്കലേക്ക് ധൃതി പിടിച്ചുകൊണ്ട് അമൽ സ്വാലിഹാത്തുകളിൽ ധൃതി വെച്ചുകൊണ്ട് നടന്നു വരണേ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര കണ്ട് നമ്മൾ നടന്നെടുത്തിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ എത്തി നിൽക്കുമ്പോ നമ്മളൊന്ന് നമ്മളോട് സ്വയം ചോദിച്ചു നോക്കുക. റമദാനിന്റെ ഒന്നാമത്തെ ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ആവേശമുണ്ട്. റമദാനിന്റെ ഒന്നാമത്തെ ദിവസം ജമാഅത്ത് ലഭിക്കുവാൻ നമ്മൾ കാണിച്ചൊരു ആവേശമുണ്ട്. റമദാനിന്റെ ഒന്നാമത്തെ ദിവസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ നമ്മൾ കാണിച്ചൊരു ആവേശമുണ്ട്. റമദാനിന്റെ ഒന്നാമത്തെ ദിവസം സ്വതഖകൾ നൽകുവാൻ നമ്മൾ കാണിച്ച ആവേശമുണ്ട്. റമദാനിന്റെ ഒന്നാമത്തെ ദിവസം ദീനീപരമായ വിജ്ഞാനങ്ങൾ നേടുവാൻ നമ്മൾ കാണിച്ചൊരാവേശമുണ്ട്. ആ ആവേശം, അതേ ആവേശത്തിൽ ഈ അവസാനത്തെ ദിനത്തിലും നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുകയും, പറ്റി നമുക്ക് റബ്ബിങ്കലേക്ക് മടക്കപ്പെടേണ്ടവരല്ലേ നമ്മൾ, എന്തുകൊണ്ട് നമുക്ക് ആ ആവേശം കുറഞ്ഞുപോയി എന്നുള്ളത് നമ്മളോട് സ്വയം ആലോചിക്കുക. നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിന് കാണിച്ചിരുന്ന ആവേശം അത് അവസാനത്തിലുണ്ടായോ? ഖുർആൻ പഠനത്തിൽ എത്ര കണ്ട് നമ്മൾ സമയം ചെലവഴിച്ചിട്ടുണ്ട്? നമ്മൾ ആലോചിക്കുക. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ, പരിശുദ്ധമായ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ആ ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? ദീനീപരമായ വിജ്ഞാനങ്ങൾ നേടുന്നതിലുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഏതെങ്കിലും ഒരു അറിവ് കൂടുതലായിക്കൊണ്ട് ഈ റമദാനിൽ നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അൻ അബീ ഹുറൈറത അൻ ആയിഷത അൻ അബ്ദുല്ലാഹി ബിൻ ഉമറിൻ അൻ ഉമർ ബിൻ ഖത്താബിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ് അവരുടെ പേരുകൾ ഉദ്ധരിച്ച് സനദോടക്കം മനപ്പാടമാക്കി ഒരു ചെറിയ ഹദീസിന്റെ കഷ്ണമെങ്കിലും നമുക്ക് മനപ്പാടമുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ സമീപനം എന്താ? ദീനീ വിജ്ഞാനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ സമീപനം എന്താ? നമ്മൾ ആലോചിക്കുക. ഓരോ നിമിഷവും നന്മകൾ ഒപ്പിയെടുക്കാനുണ്ടായിട്ടും ഓരോ പ്രവർത്തനങ്ങൾക്കും 70 മുതൽ 70,000 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്നറിഞ്ഞിട്ടും ആ നിമിഷങ്ങളെ ഒപ്പിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കുക. നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് റമദാനിൽ സുബഹിക്ക് ശേഷം വിശദമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ചെറിയ പഠനങ്ങൾ നടന്നു. ഏതെങ്കിലും ഒരു വചനങ്ങൾ എടുക്കുകയും ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, അതേപോലെ ജീവജാലങ്ങളെക്കുറിച്ച്, സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു തആല പ്രതിപാദിച്ച കാര്യങ്ങൾ എടുക്കുകയും അതിന്റെ ചെറിയ വിശദീകരണം നൽകി അതിനെ ആധുനികമായ ശാസ്ത്രവശങ്ങൾ എന്ത് പറയുന്നു എന്ന് പരിശോധിച്ച് ആ രൂപത്തിലുള്ള ചെറിയ പഠനങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. അതേപോലെ തറാവീഹിക്ക് ശേഷം വൈജ്ഞാനികമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട ചെറിയ കാര്യങ്ങൾ 10 മിനിറ്റ് മാത്രമുള്ള അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുകയുണ്ടായി. എന്നാൽ അതുപോലും കേൾക്കുവാൻ, അതിന് പോലും ഒന്ന് മനസ്സിരുത്തിയിരിക്കുവാൻ നമ്മളിൽ പല ആളുകൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് തിരക്കാണ്, നമുക്ക് ധൃതിയാണ്. എങ്ങോട്ടാണ് ഈ ധൃതി എന്നുള്ളത് നാം ആലോചിക്കേണ്ട കാര്യമാണ്, നാം ചിന്തിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഇൽമു പഠിക്കൽ ഓരോ മുസ്ലിമിന്റെയും ഓരോ മുസ്ലിമത്തിന്റെയും കാര്യത്തിൽ ഫർളായ നിർബന്ധമായ കാര്യമാണെന്ന് പഠിപ്പിച്ചിരിക്കെ, ആ ഇൽമു പഠിക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്നിരിക്കെ, ആ ഇൽമു പഠിക്കുമ്പോ ഈ ചരാചരങ്ങളിലെ മുഴുവൻ ലോകങ്ങളിലെ സൃഷ്ടികളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നിരിക്കെ, ആ ഇൽമു പഠിക്കുന്ന സദസ്സിലിരുന്നു കൊണ്ട് ആ സദസ്സിൽ നിന്നും വിരമിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ ഷഹീദിന്റെ പുണ്യം ലഭിക്കുമെന്നിരിക്കെ, ഇതെല്ലാം അറിഞ്ഞിട്ടും ഇതൊന്നും വേണ്ട, ഞാൻ എത്രയോ അറിവുകൾ നേടിയവനാണ് എന്നുള്ള മട്ടിൽ അത്തരത്തിൽ ഓടുന്ന നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്താണ് ചെയ്തത്?
നമ്മൾ എന്താണ് നേടിയത്? നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണ്ടേ? നമുക്ക് ഈ ചരാചരങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഇസ്തിഗ്ഫാർ നടത്തണ്ടേ? ഇതേപോലെ നമുക്ക് ഷഹീദിന്റെ പുണ്യം കിട്ടി ലഭിക്കണ്ടേ? മരിക്കണ്ടേ? നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് അത്തരത്തിൽ അള്ളാഹുവിന്റെ ദീന് പറയുമ്പോ, ഹദീസുകൾ പറയുമ്പോ അതിനെ ശ്രദ്ധിക്കാതെ ശ്രവിക്കാതെ മാറിക്കളയുന്നവരെ സംബന്ധിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ 7-ാമത്തെ സൂക്തത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ ഫബശ്ശിർഹു ബിഅസാബിൻ അലീം. അള്ളാഹുവിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിവരിക്കപ്പെട്ടാൽ അവർ അഹങ്കാരം നടിച്ചുകൊണ്ട് തിരിഞ്ഞ് നടന്നു കളയുന്നവരാണ്. കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ, കേൾക്കാത്ത പോലെ, ചെവിയിൽ എന്തോ ഭാരമുള്ളതുപോലെ തിരിഞ്ഞു കളഞ്ഞ് നടക്കുന്ന ആളുകളാണ്. ഫബശ്ശിർഹു ബിഅസാബിൻ അലീം, ആ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് നമ്മളെ കുറിച്ച് പരാതി പറയുമെന്നാണ്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, ഇതാ ഈ ആളുകൾ അഗണ്യമായ ഖുർആനിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന്. ഖുർആൻ പഠിക്കാത്തവരെ സംബന്ധിച്ച്, ഖുർആൻ കേൾക്കാത്തവരെ സംബന്ധിച്ച്, ഖുർആൻ വായിക്കാത്തവരെ സംബന്ധിച്ച്, അതിനെ തദബ്ബുർ ചെയ്യാത്തവരെ സംബന്ധിച്ച്, അതിനെക്കുറിച്ച് തഫക്കുർ ചെയ്യാത്തവരെ സംബന്ധിച്ച്, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാത്തവരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ റബ്ബിന്റെ മുന്നിൽ പരാതി പറയുമെന്നാണ്. ആ പരാതി പറയുമ്പോൾ ആ പരാതികളുടെ കൂട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും പേരുകൾ ഉണ്ടാകുമോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക, ചിന്തിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണ്, നമുക്കെന്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി, ഈ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യുന്നവരായി നമ്മൾ എത്ര കണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. അതാ ബദർ യുദ്ധം കഴിഞ്ഞു. ആ ബദർ യുദ്ധം കഴിഞ്ഞ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളും പങ്കെടുക്കാത്ത ആളുകളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന വിശുദ്ധ ഖുർആനിലെ വചനം ഇറങ്ങുകയാണ്. ഒരു വ്യത്യാസം, അവർ തമ്മിൽ വ്യത്യാസമില്ലേ എന്ന ചോദ്യത്തോടുകൂടി ഖുർആനിലെ വചനം ഇറങ്ങുകയാണ്. അവർ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നും ബദരീങ്ങളായ ആളുകൾക്ക് ശ്രേഷ്ഠതയുണ്ട് എന്നും അവർക്ക് വലിയ പുണ്യങ്ങളുണ്ട് എന്നും അല്ലാഹു തആല വചനങ്ങൾ ഇറക്കിയപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, ആരായിരുന്നു അദ്ദേഹം? രണ്ട് കണ്ണുകളും കാണുവാൻ സാധിക്കാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് പരാതി പറയുന്നു. റബ്ബേ, എന്റെ ശരീരത്തിന് ന്യൂനതയുണ്ടായിപ്പോയി, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിപ്പോയി, എന്റെ കണ്ണിന് കാഴ്ചയില്ലാതായിപ്പോയി, അതുകൊണ്ടാണ് റബ്ബേ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത്, എനിക്ക് എന്റെ കാര്യത്തിൽ ഉദറില്ലേ എന്ന്. റബ്ബേ, ഈ ആയത്തിറങ്ങിയത് മുതൽ എനിക്ക് പ്രയാസമാണ് റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിങ്കലേക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലെ 95-ാമത്തെ വചനമിറക്കുകയാണ്. അത്തരത്തിൽ പ്രയാസമുള്ള ആളുകൾ അതിൽ നിന്നും ഒഴിവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുകയാണ്. എന്നിട്ടും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിന്റെ വേവലാതി കഴിഞ്ഞില്ല, പ്രയാസങ്ങൾ മാറിയില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം നിശ്ചയിക്കുകയാണ്, ഇനിയുള്ള യുദ്ധങ്ങളിൽ മുഴുവനും പങ്കെടുക്കണം, ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം പറയുകയാണ്. പല യുദ്ധങ്ങളിലേക്കും വരാൻ തയ്യാറായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു നിർത്തി. പ്രവാചകൻ മദീനയിലെ ഭരണചക്രം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ ഏൽപ്പിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പല യുദ്ധങ്ങളിലേക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം കടന്നു ചെന്നു. എന്നിട്ട് പല യുദ്ധങ്ങളിലും നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന് ഇമാമത്തായി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു നിന്നു എന്നുള്ളതാണ്. ആ കണ്ണിന്റെ കാഴ്ച പരിമിതികൾക്കപ്പുറം തനിക്ക് ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തി എന്താണോ അത് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ സഹായിക്കുവാൻ, വമ്പിച്ച ജിഹാദിന്റെ പുണ്യം നേടുവാൻ അത്തരത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം തയ്യാറായി എന്നുള്ളതാണ്. അതാ ഹിജ്റ 14-ാം വർഷം ഖാദിസിയ യുദ്ധം നടക്കുകയാണ്. വലിയ പേർഷ്യൻ സാമ്രാജ്യത്തോട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 20,000 മുസ്ലിം സൈന്യങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള വലിയ യുദ്ധമാണ്. ആ പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം നടക്കുമ്പോൾ അതാ യുദ്ധത്തിനുള്ള വിളയാളം ഉണ്ടായപ്പോൾ എല്ലാ ആളുകളും ഓടി വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ഓടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ എന്നോട് പറഞ്ഞു, എനിക്കും യുദ്ധത്തിൽ പങ്കെടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു തടഞ്ഞു. അവിടെ നിന്ന് പോകുവാൻ അനുവദിക്കാതെ നിങ്ങളുടെ ന്യൂനതകൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം പറഞ്ഞു, ഞാൻ അമീറുൽ മുഅ്മിനീൻ,
ഞാൻ താങ്കൾക്കെതിരെ എന്റെ റബ്ബിന്റെ മുന്നിൽ പരാതി പറയുമെന്ന് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പറയുകയാണ്. അവസാനം അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ യുദ്ധത്തിൽ ചേർക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന്റെ ദിവസം പടയങ്കി അണിഞ്ഞുകൊണ്ട് അതാ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം കടന്നു വരികയാണ്. എന്നിട്ട് അമീറുൽ മുഅ്മിനീനോട് ഒരു ആവശ്യം കൂടി ആവശ്യപ്പെടുകയാണ്. ഇസ്ലാമിന്റെ ഒരു പതാക എന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെന്ന് അമീറുൽ മുഅ്മിനീനോട് അതാ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പറയുകയാണ്. എന്തിനാണ് പതാക എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ ഉത്തരമുണ്ട്. വലിയ സൈന്യത്തോടാണ് നമ്മുടെ യുദ്ധം, വലിയ സാമ്രാജ്യത്തോടാണ് നമ്മുടെ യുദ്ധം. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമുക്കെന്തെങ്കിലുമൊക്കെ വീഴ്ച പറ്റിയാൽ, നമുക്കെന്തെങ്കിലുമൊക്കെ പരാജയം പറ്റിയാൽ പല ആളുകളും ചിന്ന ഭിന്നമായിട്ടോടും. പക്ഷേ ആ പരാജയം കാണുവാനോ ചിന്ന ഭിന്നമായിക്കൊള്ള ഓട്ടം കാണുവാനോ ഈ അബ്ദുള്ളക്ക് കാഴ്ചയില്ലല്ലോ. അതുകൊണ്ട് ഈ അബ്ദുള്ള ഇസ്ലാമിന്റെ ഈ പതാകയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നീങ്ങുമെന്ന് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പറയുകയാണ്. അതാ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്ലാം ഖാദിസിയ യുദ്ധം വിജയിച്ചു, പല ആളുകളും ഷഹീദായി. ആ ഷഹീദായ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമും ഉണ്ടായിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ ചരിത്രം വിശദീകരിച്ചിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ ഞങ്ങൾ കണ്ടെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിലേക്ക് രണ്ട് കൈകളും കൊണ്ട് പൊത്തിപ്പിടിച്ച് ഇസ്ലാമിന്റെ പതാക അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിൽ കിടക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. കണ്ണിന് കാഴ്ചയില്ലാഞ്ഞിട്ടും കാഴ്ച പരിമിതി ഉണ്ടായിട്ടും ഇസ്ലാമിന് വേണ്ടി തനിക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യുവാൻ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം തയ്യാറായെങ്കിൽ രണ്ട് കണ്ണുകൾക്കും കാഴ്ചയുണ്ട്, നമ്മുടെ കാതുകൾക്ക് കേൾവിക്ക് പരിധിയില്ല, സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ കൈകൾക്ക് ബലമുണ്ട്, നമുക്ക് സാമ്പത്തികമായ ഭദ്രതയുണ്ട്. ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളൊരു വിലയിരുത്തൽ, എന്നുള്ളൊരു വിചാരണ നമ്മളോട് തന്നെ നടത്തുകയും ധാരാളമായി ഇനിയും പ്രവർത്തിക്കുവാനുള്ള ഈ കുറഞ്ഞ നിമിഷങ്ങളിൽ എത്ര കണ്ട് പ്രവർത്തിക്കാൻ കഴിയുമോ അത്ര കണ്ട് പ്രവർത്തിക്കുവാൻ നാം പരമാവധി പരിശ്രമിക്കുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നല്ലദീന ഹും മൻ ഖശിയതി റബ്ബിഹിം മുശ്ഫിഖൂൻ. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ. വല്ലദീന ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കു ചേർക്കാത്ത ആളുകൾ. വല്ലദീന യഅ്തൂന മാ ആതൂ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന ഭയത്താൽ, ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള ഭയത്തോടുകൂടി ദാനങ്ങൾ ചെയ്യുന്ന ആളുകൾ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലെ 57 മുതൽ 60 വരെയുള്ള വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയത്താൽ നടുങ്ങുന്നവർ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാന്നുള്ള ഭയത്താൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ. ഈ വചനം കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അവരെന്തുകൊണ്ടാണ് ഭയപ്പെട്ടുകൊണ്ട് നടുങ്ങുന്നത്? അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്? അവർ മദ്യപിക്കുകയും മറ്റ് എന്തെങ്കിലുമൊക്കെ അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത കാരണത്താലാണോ ഭയപ്പാടും കരച്ചിലുമൊക്കെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല കേട്ടോ. വയുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂൻ. അവരെ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സ്വതക്ക ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അവരെ ഭയക്കുവാനുള്ള, നടുങ്ങുവാനുള്ള കാരണം വഹും
യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും. അവർ ഭയക്കുവാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നമസ്കാരവും നോമ്പും സ്വതക്കകളും സ്വീകരിക്കുമോ എന്നുള്ള ഭയത്തിലാണ് അവർ നെടുങ്ങിയത്, അവർ കരഞ്ഞത് എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. ഈ അവസാനത്തെ ദിനങ്ങളിൽ നമുക്ക് ഉണ്ടാകേണ്ട, നാം അധികരിപ്പിക്കേണ്ട വലിയ പ്രാർത്ഥനയാണ് അല്ലാഹുവേ ഇതെല്ലാം സ്വീകരിക്കണേ എന്നുള്ളത്. ചെയ്ത അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂമിനിലെ 61-ാമത്തെ ആയത്ത് കൂടി ഓതി അവിടെ ആയിഷ ബീവിക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അവർ നന്മയിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്, അവയിൽ മുമ്പേ ചെന്നെത്തുന്നവരുമായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനം കൂടി ഓതി അവരെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ഭയപ്പാടുള്ള ആളുകളായിരിക്കും ധൃതി പിടിച്ച് മുന്നോട്ട് പോയി സ്വർഗത്തിലേക്ക് മുമ്പേ എത്തുന്നവർ എന്നാണ് ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. നമുക്കുണ്ടാകേണ്ട ഒരു ഭയമാണ് നമ്മുടെ നോമ്പ്, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ, നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോന്നും റബ്ബ് സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയപ്പാടും, എന്നിട്ട് റബ്ബിനോട് വേണ്ടിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും, സ്വീകരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയും ഈ സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഏറ്റവും വലിയ മാതൃക ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് കഅബാലയെ നിർമ്മിച്ചിട്ട് മകൻ ഇസ്മായിലും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഇത് സ്വീകരിക്കണേ. ആരാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഓരോ നമസ്കാര വേളയിലും ഓരോ ഇബാദത്തുകളിലും റബ്ബേ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഉണ്ടാകാറുണ്ടോ? റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ എന്ന ഭയപ്പാടുകൾ നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നാം സ്വയം വിലയിരുത്തുകയും അത്തരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദഅവ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. സുബഹിക്ക് ശേഷം ക്ലാസ്സുകളുണ്ട്. അതിനു പുറമെ പുരുഷന്മാർക്ക് പ്രത്യേകമായി കൊണ്ട് ഖുർആനികമായ ഒരു വിജ്ഞാന പഠന സംരംഭം നമ്മൾ ഇൻഷാ അള്ളാഹ് ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ആരംഭിക്കും, റമദാനിന് ശേഷം ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൂടി അറിയിക്കുകയാണ്. അതേപോലെ എല്ലാ ശനിയാഴ്ചകളിലും അസർ നമസ്കാരാനന്തരം സ്ത്രീകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പഠന സംരംഭം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ സഹോദരിമാരെ ഭാഗവാക്കാക്കുവാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വീട്ടമ്മമാർ അതല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥമാർ അവരെ ഖുർആൻ പഠിക്കുകയും ദീന് പഠിക്കുകയും ചെയ്യുമ്പോൾ ആ വീട് ദീനിന്റെ വെളിച്ചമുള്ള, ഖുർആനിന്റെ വെളിച്ചമുള്ള വീടുകളായി മാറുമെന്നുള്ളതാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ മദ്രസ സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥം വ്യത്യസ്തമായ ബാച്ചുകളായി രാവിലെയും വൈകുന്നേരവും, അതേപോലെ അവധി ദിവസങ്ങളിലുമായിക്കൊണ്ട്, അതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് അവധി ദിവസങ്ങളിലായിക്കൊണ്ടും മറ്റു ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയും ഒക്കെയും പല വിധത്തിൽ വ്യത്യസ്തമായ 4 തരത്തിലുള്ള ബാച്ചുകളിലൂടെ നമ്മൾ മദ്രസ സംവിധാനം ഇവിടെ ഒരുക്കുന്നുണ്ട്. അതിൽ വനിതാ അധ്യാപകരുടെ ഒക്കെ സേവനമുണ്ട്. അപ്പോ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മുടെ മക്കളെ ചെറുപ്പം മുതലേ യഥാർത്ഥമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇഖ്ലാസുള്ള തൗഹീദ് ഉൾക്കൊണ്ട് യഥാർത്ഥമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രൂപത്തിലുള്ള നമസ്കാരവും ഇബാദത്തുകളും നിർവഹിക്കുന്നവരായി മാറ്റുവാൻ അത്തരം സംരംഭങ്ങളുടെ ഭാഗമാക്കി മക്കളെ നമ്മൾ അയക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇനി നമ്മുടെ മുമ്പിൽ ഒരു വെള്ളിയാഴ്ചയില്ല. നമ്മുടെ പള്ളിക്ക് വേണ്ടി ഉദാരമായ സംഭാവനകൾ നമ്മൾ അർപ്പിക്കണം. ഇനിയൊരു അവസരം നമുക്ക് മുന്നിലില്ല. കഴിവിന്റെ പരമാവധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റ് പോലെ സ്വതക്ക ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സ്വതക്കയുടെ ഒരു അംശമെങ്കിലും ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കുകയും
കഴിവിന്റെ പരമാവധി എത്രയാണോ നൽകുവാൻ കഴിയുക അതൊക്കെ നമ്മൾ നൽകുക. അല്ലാഹു തആല അത്തരത്തിൽ സ്വതഖകൾ ചെയ്യുന്നവർക്ക് നാളെ പരലോകത്ത് ഇരട്ടിയാക്കി നൽകുമെന്നുള്ളതാണ്. അല്ലാഹുവേ, നിന്റെ വാഗ്ദാനം ആ സ്വതഖകൾ ചെയ്യുന്ന ആളുകളുടെ മേൽ നീ നിർവഹിക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ജീവിതത്തിൽ ചെയ്തു പോയവരാണ് നാഥാ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പുകാരായി നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പുകാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഹതഭാഗ്യരായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകൾക്ക് നാശമെന്ന് പറഞ്ഞ അത്തരം നോമ്പുകാരിൽ നിന്നും നീ ഞങ്ങളെ അകറ്റണേ റഹ്മാനെ. അത്തരം നോമ്പുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ നാഥ. അത്തരം നോമ്പുകാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ നാഥ. പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നോമ്പുകാരിൽ റബ്ബേ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, നേതാക്കൾ, ഗുരുനാഥൻ, പല ആളുകളും, നമ്മുടെ പള്ളിയിൽ കാലങ്ങളോളം വന്നിരുന്ന പല ആളുകളും, കഴിഞ്ഞ വർഷങ്ങളിൽ മരണപ്പെട്ട പല ആളുകളുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സുഹൃത്ത് വലയത്തിലുണ്ട്. പലരും ബർസഖിന്റെ ലോകത്താണ് റബ്ബേ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകണേ റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. സ്വർഗത്തോപ്പാക്കി സന്തോഷത്തോപ്പാക്കി അവരുടെ ബർസഖിന്റെ ലോകം നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. നാളെ ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങളുടെ ബർസഖിന്റെ ലോകവും അപ്രകാരം നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. ധാരാളം ആളുകൾ കച്ചവടത്തിലുള്ള പ്രയാസങ്ങൾ പറയുന്നുണ്ട്, കച്ചവടത്തിൽ മാന്യമാണ് എന്ന് പറയുന്നുണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹുവേ നീ സമ്പത്തിൽ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് ആ കടങ്ങൾ വീട്ടുവാനും അതേപോലെ കച്ചവടത്തിന്റെ മാന്യത്തിൽ നിന്നും രക്ഷപ്പെടുവാനും റബ്ബേ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. പല കുടുംബങ്ങളിലും മാനസികമായും ശാരീരികമായും പ്രയാസങ്ങൾ പറയുന്നുണ്ട് റബ്ബേ. എല്ലാ കുടുംബങ്ങളിൽ നീ സമാധാനത്തെ നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. കൺകുളിർമയെ നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമയെ പ്രദാനം ചെയ്യണ റബ്ബേ. സ്വാലിഹായ സന്താനങ്ങളായി ഞങ്ങളെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് റബ്ബേ നീ സ്വാലിഹായ സന്താനങ്ങളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ മാറ്റി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകൾ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ സ്വതഖകൾ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഓരോ ചെറുതും വലുതുമായ മുഴുവൻ അമൽ സ്വാലിഹാത്തുകളും റബ്ബേ നീ സ്വീകരിച്ച് വലിയ പ്രതിഫലങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ബർസഖിന്റെ ലോകത്താണ്. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി അനുഗ്രഹിക്കണ റഹ്മാനെ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. റമളാനിന് മുമ്പേ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി റമളാനിൽ പള്ളിയിൽ വരണം, നമസ്കരിക്കണം, ഖുതുബ കേൾക്കണം, ക്ലാസുകൾ കേൾക്കണം എന്നാഗ്രഹിച്ചിട്ട് തറാവീഹിന് പങ്കെടുക്കുവാൻ കഴിയാതെ രോഗങ്ങൾ ബാധിച്ച് എത്രയോ ആളുകളുണ്ട് റബ്ബേ. അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നീയാണ് ശിഫ നൽകുന്നവൻ, നീയാണ് ശമനം നൽകുന്നവൻ. പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാതെ വീടുകളിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് റബ്ബേ അവരുടെ നീയത്തിനനുസരിച്ചുള്ള പ്രതിഫലം റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ നീയത്തിനനുസരിച്ചുള്ള പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരിമാർ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഉപ്പയെ നഷ്ടപ്പെടുന്ന മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, വീടുകൾ നഷ്ടപ്പെടുന്നവർ, പലതും നഷ്ടപ്പെടുന്നവർ, ഭക്ഷണമില്ലാതെ തനിക്ക് ലഭിക്കുന്ന റൊട്ടിയിൽ ഇലകൾ പൊതിഞ്ഞ് ഭക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ, റബ്ബേ പട്ടിണലായി കഴിയുന്ന എത്രയോ ആളുകൾ, നീയത്തുകൾ മാത്രം വെച്ചുകൊണ്ട് അത്താഴം കഴിക്കുകയും നീയത്തുകൾ വെച്ചുകൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, റബ്ബേ നീ അവർക്ക് ഈമാനികമായ ധൈര്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ അവർക്ക് ഈമാനികമായ ധൈര്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാനികമായ ധൈര്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കാലുകൾ നഷ്ടപ്പെട്ട് കൈകൾ നഷ്ടപ്പെട്ട് പലതും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ. അവരുടെ രോഗികൾക്ക് നീ ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരിൽ നിന്നും മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പുണ്യം നൽകി നീ ഉയർത്തണേ റബ്ബേ. ഷഹീദിന്റെ പുണ്യം നൽകി നീ ഉയർത്തണേ റബ്ബേ. അവരുടെ പാദങ്ങളെ നീ ഉറപ്പിക്കണേ റബ്ബേ. ഈമാനികമായ ധൈര്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശ്വാസികളുടെ കേന്ദ്രമായി എല്ലാ പ്രവാചകന്മാരും കടന്നു ചെന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ റബ്ബേ നീ സമാധാനത്തെ തിരികെ എത്തിക്കണം റഹ്മാനെ. സമാധാനത്തെ തിരികെ എത്തിക്കണം റഹ്മാനെ.
ബൈത്തുൽ മുഖദ്ദിസിന്റെ മണ്ണിൽ എല്ലാവർക്കും സുജൂദ് ചെയ്യുവാനുള്ള അവസരം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഫലസ്തീനുകൾക്ക്, ഗസയിലെ മക്കൾക്ക് അവരുടെ നാട്ടിൽ നിർഭയത്വത്തോട് കഴിയുവാനുള്ള നാളുകളെ നീ സമ്മാനിക്കണം റബ്ബേ. അല്ലാഹുവേ, അവരിൽ നിന്നും ഷഹീദായവരെ നീ സ്വീകരിക്കണം റഹ്മാനെ. ആത്യന്തികമായി നീ വാഗ്ദാനം ചെയ്ത വിജയം നീ ഫലസ്തീനുകൾക്ക് നൽകണേ റബ്ബേ. നീ ഫലസ്തീനുകൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പുറത്തുള്ള ചൂട് അതികഠിനമാണ്, ഞങ്ങളുടെ ശരീരത്തിന് അതൊന്നും താങ്ങുവാനുള്ള കരുത്തില്ല റബ്ബേ. ഇതിനേക്കാളും എത്രയോ ഇരട്ടി മടങ്ങ് ചൂടാണ് റബ്ബേ നരകാഗ്നിയുടെ ചൂട്. ആ ചൂട് ഒരിക്കലും ഞങ്ങൾക്ക് താങ്ങുവാൻ കഴിയില്ല റബ്ബേ. ആ ചൂടിനെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആ ചൂടിനെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ബർസഖ് നീ എളുപ്പമാക്കി തന്നെ റഹ്മാനെ. ഞങ്ങളുടെ വിചാരണയെ നീ എളുപ്പമാക്കി തന്നെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അർശിന്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിച്ച് പ്രവാചകന്മാരോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ കഴിയുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ശാശ്വതമായ ലോകം അവിടെയാണ്, ശാശ്വതമായ ലോകം അവിടെയാണ്. ആ ലോകത്ത് നീ ഞങ്ങൾക്ക് സ്വർഗത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണ റഹ്മാനെ. ആ ലോകത്ത് ഞങ്ങൾക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ആ ലോകത്ത് നീ ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് റമദാൻ വിട പറയുകയാണ് റബ്ബേ. ഈമാനികമായി ഈ റമദാനിൽ നേടിയ ചൈതന്യം അവസാനം വരെ, അടുത്ത റമദാൻ വരെ ഞങ്ങൾക്ക് മുടക്കാതെ കൊണ്ടുപോകുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഈ റമദാനിൽ ഞങ്ങൾ ശീലിച്ച ശീലങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങളും ഖുർആൻ പഠനങ്ങളും ഖുർആന്റെ വായനകളും, ഇതൊക്കെ റമദാനിന് ശേഷവും തുടരുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അത്തരത്തിലുള്ള ഈമാനികമായ മനസ്സിനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഈമാനികമായ മനസ്സിനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗത്തിന്റെ മുഴുവൻ വാതിലുകളിൽ നിന്നും മലായിക്കത്തുകൾ കടന്നു വന്ന് സലാമുൻ അലൈക്കും ബിമാ സബർത്തും എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്തു കൊണ്ടുപോകുന്ന കുടുംബങ്ങളുണ്ട് റബ്ബേ. അത്തരത്തിലുള്ള കുടുംബങ്ങളാക്കി നീ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. അത്തരത്തിലുള്ള കുടുംബങ്ങളാക്കി നീ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا واجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انصر اخوان المسلمين والمجاهدين في كل مكان. اللهم انصر اخوان المسلمين والمجاهدين في فلسطين. اللهم انصر اخواننا في الغزة. اللهم انصر اخواننا في الغزة. اللهم انصر اخواننا في الهند. اللهم انصر اخواننا في كل مكان. اللهم حلك اليهود والمشركين. اللهم دمر اعداءنا اعداء الدين. اللهم حلك اليهود والمشركين. اللهم حلك اليهود والمشركين. اللهم دمر اعداءنا اعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ألف بين قلوب المسلمين. اللهم ألف بين قلوب الموحدين. اللهم ألف بين قلوبنا وأصلح ذات بيننا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على مرسلين. سبحانك ربك رب العزة عما يصفون وسلام على مرسلين والحمد لله رب العالمين.